അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഓർക്കാനുള്ള സമയം ഇതാണ്. എന്ത് സഹായവും നിനക്ക് വേണ്ടി ചെയ്യുകയും എന്താവശ്യമുള്ളപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. മാത്രമല്ല, നിന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ അത് സഹായിച്ചു. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും നിനക്കുള്ള കൂട്ടുകാരെ പോലെ ആയിരിക്കില്ല. നിന്റെ ഉയർച്ചയിൽ നീ സന്തോഷിക്കണം. ഏരിസ് റൊമാൻസ്. സുഹൃത്ത് ബന്ധം അനുരാഗമായി വളരുവാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ശരിയായ നീക്കം നടത്തുന്നതിനായി എതിർഭാഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ബന്ധം ഒരു വിജയമാക്കേണ്ടതും സന്തോഷപ്രദമാക്കേണ്ടതിന്റെയും ചുമതല നിങ്ങളിലിരുവരിലുമുണ്ട്. നിങ്ങൾക്കിരുവർക്കും എന്ത് വേണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ടാകുക. ഏരിസ് കരിയർ. മാനേജ്മെന്റിലെ ഉയർന്ന പദവിയിലുള്ളവരിൽ നിന്ന് സദ്വാർത്തകൾ വരുമെന്ന് പ്രതീക്ഷിക്കുക. കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കഠിനാധ്വാനങ്ങൾക്കും അവസാനം യഥാവധി അംഗീകാരം ലഭിക്കും. ഇത് ഒരു ശുപാർശയായിട്ടായിരിക്കും, ഉദ്യോഗ കയറ്റമായിരിക്കും, വിദേശത്തുള്ള ഒരു യാത്രയായിരിക്കും, ഒരു നല്ല ഉയർച്ചയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വകുപ്പ് തല സ്ഥലമാറ്റം പോലുമായിരിക്കും. നിങ്ങളുടെ നല്ല കാലടി മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ വഴിയെ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കുക. ഏരിസ് ഫൈനാൻസ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായി ഒരു വീട് വാങ്ങിക്കുന്നത് പരിഗണിക്കുന്നുവെങ്കിൽ ഉത്തമമായ സ്ഥലത്ത് എത്തുവാനുള്ള ദിനമാണിന്ന്. കഴിയാവുന്നത്ര ഇടങ്ങൾ ഇന്ന് ഇതിനായി സന്ദർശിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ തരത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുവാൻ സഹായിക്കും. അതിനുശേഷം ആ വീടിന്റെ ചാവി കൈവശം വരുവാൻ വേണ്ട പദ്ധതികളുമായി മുന്നോട്ടു പോകുക. ഏരിസ് ഹെൽത്ത്. ആരോഗ്യവശാൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ വേദനകളും മറ്റും നിങ്ങളെ ഇന്ന് അലട്ടിയേക്കാം. അതിനുള്ള കാരണം കണ്ടെത്തുവാനാകാത്തത് ഒരുപക്ഷെ പ്രശ്നം കൂടുതൽ മോശമാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ ചിന്തകൾ ശുഭകരമായിരിക്കേണ്ടതും ഈ ചെറിയ പ്രശ്നങ്ങളെ അതിന്റെ വഴിക്ക് വിടേണ്ടതും ആവശ്യമാണ്. ഈ സമയത്ത് നിങ്ങൾ ഗുരുതരമായ രോഗം ബാധിച്ച് കിടപ്പിലാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ടോറസ് ഓവർവ്യൂ. നിങ്ങളുടെ കൂട്ടുകാരനോടോ പങ്കാളിയോടോ കലഹിച്ചാൽ നിങ്ങൾ വിഷമത്തിലാകും. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യവും കോപവും കുറയ്ക്കാം. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ അതാണ് ആവശ്യം. ഈ വഴക്ക് തീർക്കണമെങ്കിൽ ആദ്യം ശരിയായ രീതിയിൽ സംസാരിക്കാൻ തുടക്കമിടണം. ഒരു ചെറിയ വഴക്കിന് സാധ്യതയുണ്ടെങ്കിൽ പോലും. ടോറസ് റൊമാൻസ്. ഇന്നത്തെ ദിനം വളരെ അനുരാഗപൂർണമാണെന്ന് കാണാം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രകീർത്തനങ്ങൾ ഇന്ന് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കേൾക്കാം. ഇന്നത്തേത് ഒരു സാധാരണ ദിനം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മുഖം വീർപ്പിക്കുവാൻ മാത്രം ഇന്നൊന്നും ഉണ്ടാകില്ല. ടോറസ് കരിയർ. തടസ്സങ്ങൾ അകന്നുപോകുന്ന രീതിയിൽ ഇന്ന് നിങ്ങൾ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു സ്ഥലം കണ്ടെത്തും. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ഒഴിഞ്ഞു മാറുന്നതായി കാണാം. അതുകൊണ്ട് ശ്രദ്ധ മാറിപ്പോകലിന്റെ അളവ് കുറയ്ക്കാനായി നിങ്ങൾ ഈ സ്ഥാനത്ത് യുക്തി പ്രയോഗിക്കണം. ലക്ഷ്യം കണക്കാക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഒരളവ് കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാം. ടോറസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ര സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കാം. നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ അപേക്ഷ നിരസിക്കാം. നിങ്ങൾക്ക് മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളിൽ നിന്നും പണം ലഭിക്കുമെന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിടത്തു നിന്നല്ലെന്നു മാത്രം. ടോറസ് ഹെൽത്ത്. ഇന്ന് ചെറിയ മാനസിക പിരിമുറുക്കം നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടാലുടൻ അതിനെ വേരോടെ പിഴുതെറിയുക. കാരണം അമിത പിരിമുറുക്കം ആരോഗ്യത്തിന് ഹാനികരമായേക്കും. അതേസമയം ഇതിനുള്ള ഉത്തരവാദി നമ്മുടെ ഒടുങ്ങാത്ത ആവശ്യങ്ങളും അഭിലാഷങ്ങളും വിപരീത ചിന്തകളും ഉയർന്ന പ്രതീക്ഷകളും അസൂയയുമാണെന്നതും നമ്മൾ അറിഞ്ഞിരിക്കണം. ആവശ്യത്തിന് വിശ്രമവും വിനോദങ്ങളും നൽകി മനസ്സിനെ അതിന്റെ ഊർജം വീണ്ടെടുക്കുവാൻ അനുവദിക്കുക. ഇത് മാനസിക പിരിമുറുക്കത്തിന് ആരോഗ്യത്തിനുണ്ടാക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കും. ജെമിനി ഓവർവ്യൂ. ഹൃദയവേദന അല്ലെങ്കിൽ രക്തസമ്മർദ്ദങ്ങളാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ പുതിയ ചികിത്സ ഉത്സാഹജനകമായ പ്രതികരണം നൽകും. ദീർഘനാളായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാനായി ഒരു തോൾ നിങ്ങളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റിയേക്കാം. ജെമിനി റൊമാൻസ്. അനുരാഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ ഇന്നത്തെ ദിനം വളരെയധികം പ്രത്യാശ നൽകുന്നതാണ്. ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങൾ ഒരു അനുരാഗ പങ്കാളിയെ തിരയുകയായിരുന്നുവെങ്കിൽ
ഈ സമയത്തെ ആ വ്യക്തിയെ കണ്ടുകിട്ടുവാനുള്ള സാധ്യത വളരെയധികമാണെന്ന് തന്നെ. തമാശകളിൽ അധിഷ്ഠിതമായ വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു ബന്ധം മാത്രമായിരിക്കും, അല്ലാതെ ജീവിതകാലം മുഴുക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കേയില്ല. എന്നിരുന്നാലും ഇത് ജീവിതകാലം മുഴുക്കെ ആലോചിച്ചാസ്വദിക്കാനാകുന്ന ചില മധുരസ്മരണകൾ സമ്മാനിക്കും. Gemini, career, വളരെ കാലമായി പൂർത്തിയാകാതെ കിടന്നിരുന്ന പദ്ധതികൾ ഇന്ന് പൂർത്തീകരിക്കുവാനാകും. ഇത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല, ഔദ്യോഗിക ഉയർച്ചയ്ക്കും കാരണമാക്കും. പദ്ധതികൾ സമയത്തിന് പൂർത്തീകരിക്കുന്ന പ്രവണത തുടരുക. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കുകയും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ കാരണമാക്കുകയും ചെയ്യും. ഇതിലപ്പുറത്തായി ഇത് നിങ്ങൾക്ക് പിരിമുറക്കം ഇല്ലാതാക്കുകയും ചെയ്യും. Gemini, finance, ഇന്ന് നിങ്ങളുടെ ഭാഗ്യം വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിചാരിതമായി പണവും സമ്മാനങ്ങളും ലഭിക്കും. നിങ്ങൾ ചൂതാട്ടത്തിലോ ലോട്ടറികളിലോ ഉൾപ്പെടാറുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ദിനമായിരിക്കും. എന്നുവെച്ച് നിങ്ങൾ ജോലിയൊന്നും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. Gemini, health, ഇന്ന് നിങ്ങൾ നിങ്ങളെ മെത്തയിൽ നിന്നും ഉയർത്തി വ്യായാമത്തിന്റെ ആവശ്യകത സ്വയം മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിനൊരു താല്പര്യവുമില്ല, എന്നാൽ അത് നൽകുന്ന വളരെ ഉയർന്ന ഗുണങ്ങൾ സൂചനയിലുണ്ട്. അനാവശ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കാരണം നിങ്ങളുടെ നല്ല ആരോഗ്യം ആസ്വദിക്കുക. Cancer, overview, ആധ്യാത്മിക കാര്യങ്ങളോടുള്ള താങ്കളുടെ താല്പര്യം കുടുംബസമേതം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പ്രേരണ നൽകും. Cancer, romance, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രേമബന്ധങ്ങളിൽ ഈയിടെയുണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് അങ്ങേയറ്റം മോഹഭംഗം ഉണ്ടാക്കിയിരിക്കും. ഇന്നും വിശേഷാൽ കൂടുതൽ നല്ലതൊന്നും പ്രതീക്ഷിക്കരുത്, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്തെല്ലാമെന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് നിങ്ങൾക്കറിവുണ്ടായാൽ അടുത്ത തവണ പങ്കാളിയെ തേടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യമുണ്ടാകും. Cancer, career, പ്രധാനപ്പെട്ടതായി ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ വിജയത്തിലെത്തും. നിങ്ങളുടെ എല്ലാ ലക്ഷ്യം നേടുന്നതിനുള്ള തന്ത്രങ്ങളും ആസൂത്രണവും ദീർഘകാലത്തിൽ ഫലം സിദ്ധിക്കും. എപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിൽ പ്രാവർത്തികം ആക്കുന്നുവോ ആ നിമിഷം അവ വലുതായും പ്രയാസമേറിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പ്രതിഫലിക്കുന്നത് നിമിഷത്തെ ചുരുക്കാൻ ആരംഭിക്കും. നിങ്ങൾ ഇന്ന് വളരെ വേഗത്തിൽ മുന്നോട്ടു പോകുകയും സുഗമമായി കാര്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുകയും വേണം. അല്ലെങ്കിൽ ആളുകൾക്ക് അത് പ്രയാസമാവും. വളരെ പ്രയാസമേറിയ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സാധാരണഗതിയിൽ ചെറിയ തോതിലായിരിക്കും പരിഹാരം കാണുക. ഇത് നിങ്ങൾക്കിപ്പോഴും കുട്ടിത്തരമായിരിക്കും. Cancer, finance, സാമ്പത്തിക രംഗത്തിൽ ഇന്ന് നിങ്ങൾ ചില പുരോഗതി കാണും. അതിന്റെ ഫലത്തിൽ നിങ്ങൾ സന്തുഷ്ടനാകുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി സഹായിക്കുന്നത് നിങ്ങളുടെ സ്ഥിരതയോടുള്ള പ്രയത്നങ്ങളാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ചില ഹ്രസ്വകാല നേട്ടങ്ങൾ കാണും. നിങ്ങൾ ആർജിക്കുന്ന ഈ വിജയത്തിന് അടിസ്ഥാനം നിങ്ങളുടെ ഭാഗ്യവും കഠിനാധ്വാനവുമാണ്. ഈ മാറ്റങ്ങളുടെ ഗുണങ്ങൾ മുതലെടുക്കുക. നിങ്ങൾക്കാവശ്യമുള്ളിടത്തേക്ക് നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ കഠിനാധ്വാനവുമാണ്. Cancer, health, ഇന്ന് നിങ്ങളെ ഏറ്റവും നല്ല നിലയിലും ആരോഗ്യത്തിലും കാണുവാനാകും. ഒന്ന് പുറത്തു കടക്കുവാനും ശുദ്ധവായു ശ്വസിക്കുവാനും നിങ്ങൾക്കിഷ്ടപ്പെട്ട ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണം കഴിക്കുവാനും ജീവിതം തരുന്ന നല്ലതെല്ലാം ആസ്വദിക്കുവാനും നിങ്ങൾക്ക് അതിയായ വ്യഗ്രതയുണ്ടാകും. നിങ്ങൾ ലോകത്തിന്റെ പരിമിതിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളിലെ ഊർജവും ഉന്മേഷവും ഉത്തുംഗത്തിലാവും. ആസ്വദിക്കുക. ഇന്ന് നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും മികച്ച നിലയിലാണ്. Leo, overview, കൂട്ടുകാരും വീട്ടുകാരും ഇന്ന് കൂടുതൽ സന്തോഷം കൊണ്ടുവരും. ഒരുമിച്ച് ആഘോഷങ്ങൾക്കോ പുറത്തു പോകുന്നത് പോലെ ഇന്ന് ചെറിയ പിക്നിക് പോകാൻ പറ്റിയ സമയമാണ്. കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ ചേർന്ന് പോയാൽ അത് ഭാവിയിൽ ഓർമ്മിക്കാനാവും. ഈ സന്തോഷം പകരുന്നതായിരിക്കും. Leo, romance, നിങ്ങളിൽ ചിലർ ഇന്ന് ഓഫീസിലെ ആരിലെങ്കിലും അവിചാരിതമായി ആകൃഷ്ടമാകും. ഈ വ്യക്തി നിങ്ങളുടെ മേലാളിൽ ആരെങ്കിലുമെന്ന് ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നിങ്ങളുടെ തൊഴിലിനെ ബാധിച്ചേക്കാം. ഈ വ്യക്തി മറ്റൊരു വകുപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്തുകൊണ്ട് കൂടുതൽ അറിഞ്ഞുകൂടാ? ജോലിയുടെ ഭാഗമെന്നോണം കുറച്ച് ഇമെയിലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ കൈമാറ്റം ചെയ്യൂ. Leo, career, ഡോക്ടർമാർ, മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ എന്നിങ്ങനെയുള്ളവരിന്ന് ഈ രംഗത്ത് നിന്ന് മാറി മറ്റൊരു രംഗത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഈ വിഷമം പിടിച്ച അവസ്ഥ മാറുമെന്നറിയുക. അതുകൊണ്ട് തന്നെ ഏകാഗ്രത കൈവിടാതിരിക്കുക. നിങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഔദ്യോഗിക പാത തികച്ചും ശരിയാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ ഒന്ന് അതിജീവിക്കണമെന്ന് മാത്രം.
ലിയോ ഫൈനാൻസ്. വിദേശവുമായി ബന്ധപ്പെട്ട ഉദ്യമങ്ങൾ ഇന്ന് ഭാഗ്യമുള്ളതും തിളക്കമുള്ളതുമാകും. നിങ്ങൾ വിദേശത്ത് ആസ്ഥാനമുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിന് വിദേശ ബന്ധങ്ങളുണ്ടെങ്കിൽ, ആ ബന്ധങ്ങൾ ഇന്ന് ഒന്നിൽ കൂടുതൽ തരത്തിൽ ഗുണം ചെയ്യും. ഒരുപക്ഷെ വിദേശത്തുള്ള നിങ്ങളുടെ ആ ഉപഭോക്താവുമായി ബന്ധപ്പെട്ട് ധീരമായ കച്ചവട നീക്കങ്ങൾക്ക് ഇതായിരിക്കണം ഏറ്റവും പറ്റിയ സമയം. വിദേശവുമായി വാർത്താവിനിമയ ബന്ധങ്ങൾ തുറന്നു വയ്ക്കുക. ലിയോ ഹെൽത്ത്. വൈറസ് അല്ലെങ്കിൽ ജലദോഷം മൂലം നിങ്ങളുടെ ആരോഗ്യം അത്ര നല്ല സ്ഥിതിയിലല്ല. ആവശ്യത്തിന് വിശ്രമവും നല്ല ആഹാരവും കൊണ്ട് ഈ അസ്വസ്ഥതകളെ അകറ്റുക. മദ്യവും മധുരവും ഒഴിവാക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ നല്ല ആരോഗ്യസ്ഥിതിയിലെത്തുന്നത് നിങ്ങൾ അറിയും. നിങ്ങളുടെ ശരീരം സ്വയം ചികിത്സിച്ച് ഈ വക അസ്വസ്ഥതകളെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. വെർഗോ ഓവർവ്യൂ. ഇന്ന് അപ്രതീക്ഷിതമായ യാത്രകൾ പലതും തമ്മിൽ കൂട്ടിമുട്ടാൻ ഇടയുണ്ട്. മിക്കവാറും ജോലിയിലായിരിക്കും. ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് വിജയവും പ്രതിഫലവും കൊണ്ടുവരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. വെർഗോ റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ ജീവിതം ഉണർവോടെ നിലനിർത്തുവാൻ കുറച്ച് പ്രയത്നിക്കുക. മെഴുകുതിരി വെളിച്ചത്തിൽ പങ്കാളിയുമൊത്ത് ഒരു അത്താഴം ഒരു നല്ല സായാഹ്നം നൽകിയേക്കാം. ഒന്ന് മനസ്സിലാക്കുക, സമർപ്പിക്കപ്പെട്ട ചോദ്യങ്ങളില്ലാത്ത സ്നേഹം നിങ്ങൾ ഇരുവരുടെയും ബന്ധത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ സഹായിക്കും. എന്നാൽ മടുപ്പ് ബന്ധത്തിലെ അസഹിഷ്ണുതകൾ വളർത്തും. അതുമൂലം ദീർഘകാലത്തിൽ പ്രശ്നങ്ങളും. ജീവിതത്തിൽ എല്ലാവർക്കും ഉണർവും ഉന്മേഷവും വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തിൽ സത്യമായ സ്നേഹത്തിന്റെ ഉന്മേഷം നിറയ്ക്കുക. വെർഗോ കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ഇന്ന് വിജയപ്രദമായിരിക്കും. കാരണം ഇന്ന് നിങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്സാഹം നിങ്ങളുടെ മേലാളന്മാരെ കാണിക്കുക. ഒരുപക്ഷെ ഇത് നിങ്ങളിൽ ചിലർക്ക് ഒരു സ്ഥാനക്കയറ്റം എന്ന രീതിയിൽ തിരിച്ചെത്തിയേക്കാം. അഭിലാഷങ്ങളാൽ നിറഞ്ഞവർക്കിന്ന് ഔദ്യോഗിക രംഗത്ത് പലരുടെയും ശ്രദ്ധയാകർഷിക്കുവാനാകും. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ പറ്റിയ ദിനമാണിന്ന്. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരമായി നിങ്ങൾക്ക് പുതിയ ചുമതലകൾ ലഭിക്കും. വെർഗോ ഫൈനാൻസ്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ പരിശ്രമ ഫലം എല്ലാം ഒന്നിച്ചു പെയ്തിറങ്ങും. എല്ലാ സാധ്യതകളും പരിഗണിക്കുക. കാരണം ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക സ്വല്പം ബുദ്ധിമുട്ടാണ്. നിരാശപ്പെടരുത്. ശരിയായ പ്രയത്നവും സമയവും നിങ്ങൾക്ക് ശരിയായ ഫലം നൽകും. വെർഗോ ഹെൽത്ത്. അടുത്തയിടെയായി നിങ്ങൾ വ്യായാമത്തിന് നൽകിയ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് വ്യായാമം വീണ്ടും തുടങ്ങി മനസ്സിനെയും ശരീരത്തിനെയും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. ആരോഗ്യ സ്വാസ്ഥ്യ കാര്യങ്ങളിൽ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളിലേക്ക് തിരിച്ചു പോകുക. ദീർഘകാലം കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾ മെത്തയിൽ ചിലവാക്കുന്നത് ജിമ്മിൽ ചിലവാക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായി എന്ന് തോന്നും. ലിബ്ര ഓവർവ്യൂ. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇന്ന് ഒരു വായനാനുഭവം ഉണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ രീതിയിലും ചിലത് പഠിക്കാനുണ്ടാകും. എങ്ങനെയായാലും നിങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ നേരിട്ട് നിങ്ങൾ പുതുതായി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാവരും നേട്ടങ്ങളിലും അറിവിലും സന്തോഷിക്കും. എന്നാൽ എല്ലാത്തിലും സന്തോഷിക്കുക. ലിബ്ര റൊമാൻസ്. ഇന്ന് അനുരാഗത്തിനായി ഏതു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കുക. കാരണം മുമ്പുള്ള അനുഭവങ്ങളെപ്പോലെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ഇനിയും വേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ദീർഘകാല സൗഖ്യവും സന്തോഷവും ലക്ഷ്യമിടുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കും. തുടക്കത്തിൽ ഗംഭീരരെന്ന് തോന്നുന്നവരെ തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം ഒരുപക്ഷെ പിന്നീട് അവർ നിങ്ങളെ വേണ്ടവണ്ണം ശ്രദ്ധിക്കുകയില്ല. ലിബ്ര കരിയർ. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ വളരെ നല്ല ജോലിയിലെത്തിക്കും. നിങ്ങളുടെ രംഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി ആകാവുന്നതൊക്കെ ചെയ്യുക. നിങ്ങളുടെ ദീർഘകാല അതുപോലെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് പുനരവലോകനം ചെയ്യുവാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക. ലിബ്ര ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാത്രം വ്യാപൃതനാകും. കാരണം നിങ്ങളുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയാണ്. ഈ അധിക വരുമാനം മുഴുക്കെ ആഡംബരത്തിനായി ചിലവാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. വരാൻ സാധ്യതയുള്ള ചീത്ത ദിനങ്ങൾക്കായി എന്തെങ്കിലും കരുതി വയ്ക്കുക. നിങ്ങളുടെ ഓഫീസിൽ ഈ വിജയവുമായി ഒത്തുപോകുവാൻ ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ മാറ്റി പുതുക്കുവാനും ഈ സമയം ഉപയോഗിക്കുക. ലിബ്ര ഹെൽത്ത്. തുറസായ സ്ഥലങ്ങളിൽ വെച്ചുള്ള കളികളിലെ പങ്കാളിത്തം ഇന്ന് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും നല്ല ചിന്തകൾ മനസ്സിൽ വരുത്തുകയും ചെയ്യുക.
ഇത് ആരോഗ്യകാര്യത്തിൽ ഒരു സ്ഥിരത വരുത്തും. ശാരീരിക, മാനസിക, വൈകാരിക കാര്യങ്ങളിൽ ഒരു കണ്ണുണ്ടായാൽ മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കും. സ്കോർപിയോ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സ്ഥിരോത്സാഹം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും തടസ്സങ്ങളും തുടച്ചു നീക്കുന്നതിന് ഇതൊരു മാന്ത്രിക ശക്തിയായിരിക്കും. ഈ പ്രവണത നിങ്ങൾക്ക് ജീവിതത്തിലെ ഏതു പ്രയാസങ്ങളെയും നേരിടുന്നതിനുള്ള ധൈര്യവും സ്വസ്ഥതയും തരും. സ്കോർപിയോ റൊമാൻസ്. ഈയിടെയായി വഴിയിലുണ്ടായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടി നിങ്ങളും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഇന്ന് കുറച്ച് പുരോഗതി ഉണ്ടതായി ഇന്ന് കാണാം. നിങ്ങളിരുവർക്കും പരസ്പരം കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ മനസ്സിലാക്കുവാനും വാർത്താവിനിമയം നടത്തുവാനും സാധിക്കുന്നു. നിങ്ങളുടെ പങ്കാളി ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നുറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെ പരസ്പര ബന്ധവും പൂർവസ്ഥിതി പ്രാപിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും പുതുതായി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പങ്കാളിക്ക് സന്തോഷം നൽകും. സ്കോർപിയോ കരിയർ. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇന്ന് നിങ്ങൾ സുരക്ഷിതമായി വർത്തിക്കുകയാണെങ്കിലോ ആപൽക്കരമായവ നേരിടാൻ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയോ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിശയിക്കും. നിങ്ങൾക്ക് മുമ്പിൽ വിവിധ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ലഭിക്കും. അവയിൽ ചിലത് തികച്ചും സുരക്ഷിതവും ചിലവ കൂടുതൽ ആപൽക്കരവുമായിരിക്കും. ഇന്ന് നിങ്ങൾ എല്ലാ വശങ്ങളെയും ജാഗ്രതയോടെ വിലയിരുത്തുകയും ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റവും മൂലയും ശ്രദ്ധയോടെ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ തികച്ചും യൗവനത്തിലാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു വലിയ അവസരം ഏറ്റെടുക്കുന്നില്ല? സ്കോർപിയോ ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടുന്ന സമയമാണിത്. ആ ബജറ്റിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അടയാളപ്പെടുത്തൂ. അവിടേക്ക് എത്തിപ്പെടുവാൻ എത്ര പണം വേണമെന്ന് കണക്ക് കൂട്ടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാനാകും. എന്നാൽ അതിനായി ചില ദീർഘകാല കാര്യപരിപാടികളും ബജറ്റ് നിയന്ത്രണവും വേണം. അത് തുടങ്ങുവാൻ ഏറ്റവും പറ്റിയ ദിനം ഇന്നാണ്. സ്കോർപിയോ ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർ നിങ്ങളുടെ അസുഖത്തിൽ നിന്നും ഇന്ന് പൂർണ്ണമായും സുഖപ്പെടും. എന്നാൽ അമിതാഹ്ലാദത്തിൽ ഒരു ബർഗർ അല്ലെങ്കിൽ അധികം ചിപ്സ് എന്നിവ അകത്താക്കുക വേണ്ട. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ പരീക്ഷിക്കേണ്ടതുണ്ടിപ്പോഴും. അത്താഴം കുറച്ചു നേരത്തെയാക്കി രാത്രിയിലെ ദഹന പ്രശ്നങ്ങളെ നേരിടുക. അതുപോലെ മാനസിക പിരിമുറുക്കം കുറച്ചും പോഷക സംയുക്തമായ ഭക്ഷണം കഴിച്ചും ഇപ്പോൾ മുതൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ നേർവഴിയിലേക്ക് നയിക്കുക. സജിറ്റേറിയസ് ഓവർവ്യൂ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നീ അതിൽ പ്രമുഖ പങ്ക് വഹിക്കണം. നിന്റെ സത്യസന്ധമായ ചിന്തയും വിവേകവും ഉള്ളതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനങ്ങൾ വീട്ടുകാർ വിശ്വസിക്കും. അപ്പോൾ നിനക്ക് തോന്നും വീട്ടുകാർക്ക് നിന്റെ സഹായം വേണം. നീ വേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് നിന്നിലുള്ള മതിപ്പ് വർദ്ധിക്കും. സജിറ്റേറിയസ് റൊമാൻസ്. ബന്ധങ്ങളിൽ നിന്നും എന്തു വേണമെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനുമുള്ള ദിനമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പറയുക. എന്നിട്ട് അതിന്റെ ശുഭകരമായ ഫലങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ ഇപ്പോഴും ഒരു സ്നേഹഭാജനത്തിനായി തിരയുകയാണെങ്കിൽ കണ്ണുകൾ തുറന്നു വെക്കുക. നിങ്ങൾക്കായി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. സജിറ്റേറിയസ് കരിയർ. നിങ്ങൾക്കിന്ന് തൊഴിൽ സംബന്ധമായ സംശയങ്ങളിൽപ്പെട്ട് ഉഴലുകയും ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുകയും ചെയ്യണമെന്ന് തോന്നും. നിങ്ങളുടെ സംശയം എവിടെയാണെന്ന് ഇയാളുമായി തുറന്നു തന്നെ ചർച്ച ചെയ്യുകയും എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യണം. ഇയാൾ നിങ്ങളെ അയാളുടെ ഏറ്റവും നല്ല തീരുമാനത്തോടും നിങ്ങളുടെ താല്പര്യം വെച്ച് നിങ്ങളെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സജിറ്റേറിയസ് ഫൈനാൻസ്. സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ സുഗമമായി മുന്നോട്ടു പോകുന്നു. അതുവഴി നിങ്ങളുടെ വരുമാനം കൂടുന്നു. ഈ നല്ല ദിനത്തിൽ എത്രയും കൂടുതൽ ജോലി ചെയ്ത് തീർക്കാമോ അത്രയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കുന്നത് കാണുക. സജിറ്റേറിയസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സ്വാസ്ഥ്യം കുറവായിരിക്കും. സാരമില്ല. ഇന്ന് വ്യായാമ കാര്യത്തിലും നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് സ്വല്പം മടിയുള്ള ദിനമാണ്. ജിമ്മിൽ പോകണമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പോകാൻ ഒരു മടി. നല്ല ഭക്ഷണം ഏതെങ്കിലും മാറ്റിവെക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യക്രമം വഴുതി വീഴും. വ്യായാമം നാളെ വീണ്ടും തുടങ്ങാം. കാപ്രിക്കോൺ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയൊരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞ് താഴെയിടുന്നു. കാപ്രിക്കോൺ റൊമാൻസ്.
ഈ സമയത്ത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം ഉത്തുംഗത്തിലാണ്. വളരെ കാലം കൂടിയാണ് ഇത്രയും ഉത്തുംഗമായ ഒരു സ്ഥിതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയോടെ ഒരു വിവാഹാഭ്യർത്ഥന നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്നാണ് അതിനു പറ്റിയ ദിനം. മടിക്കണ്ട, ചോദിച്ചോളൂ. ഇന്ന് നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ചാൻസ് എടുക്കുക. അങ്ങനെ ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. Capricorn, കരിയർ. ഇന്ന് നിങ്ങൾ മികച്ച പുതിയ ചിന്തകളുമായി ഉയരും. അവ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴി കണ്ടെത്തും. നിങ്ങളുടെ പുതിയ ചിന്തകളുമായി വളരെ ക്രിയാത്മകമാവുക. അവയിൽ ഒന്ന് പ്രയോഗത്തിലാക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കും. ശ്രദ്ധയോടുകൂടി ആസൂത്രണം ചെയ്യുക. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഫലം തന്നേക്കും. എന്നതിനാൽ അതിനെ ഇന്ന് കയറ്റുമതി ചെയ്യുന്നതിനായി പരിഗണിക്കുക. Capricorn, ഫൈനാൻസ്. നിങ്ങളുടെ അധ്വാനത്താലല്ലാതെ തന്നെ കുറച്ചു പണം നിങ്ങളെ തേടിയെത്തും. ഇതൊരു സമ്മാനമായി, പാരമ്പര്യ സ്വത്തായോ അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറിയായോ വരാം. എന്തായാലും നിങ്ങൾ അവിചാരിത രീതിയിൽ നിങ്ങൾക്കിന്ന് ലാഭം ലഭിക്കും. ഈ ധനം തികച്ചും ഭാഗ്യം കൊണ്ട് മാത്രം ലഭിച്ചതാകയാൽ നിങ്ങൾ ഈ പണം നല്ല കാര്യത്തിനായി ഉപയോഗിക്കുക. ഒരു നല്ല കാര്യത്തിന് ഇത്തിരി സംഭാവന കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് ഒരു സമ്മാനം. നിങ്ങൾ ഇന്ന് ആശ്ചര്യപ്പെട്ട പോലെ നിങ്ങളും ആരെങ്കിലും ആശ്ചര്യപ്പെടുത്തുക. Capricorn, health. നിങ്ങളുടെ ഭക്ഷണ സ്വഭാവങ്ങൾ ഇന്ന് ശ്രദ്ധയാകർഷിക്കും. ചില ഭക്ഷണങ്ങൾ നിങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്നും ചിലവ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഊർജം നൽകുന്നുവെന്നും തെളിയിക്കേണ്ടതുണ്ട്. വ്യായാമത്തിന് നിങ്ങളുടെ മാനസിക, ശാരീരിക, വികാരപരമായ അവസ്ഥകളിന്മേലുള്ള സ്വാധീനം ശ്രദ്ധിക്കുക. യോഗാഭ്യാസം, ധ്യാനം എന്നിവ ശീലമാക്കുക. ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. Aquarius, overview. ഇന്ന് നിങ്ങൾ ചെറിയ തോതിൽ അസ്വസ്ഥനായിരിക്കും. നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത നിലയുമായിരിക്കും. നിങ്ങളുടെ മനസ്സ് സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളുടെ സമയം മുഴുവൻ എഴുത്ത്, സന്ദേശങ്ങളിലും ഫോണുകളിലും ചിലവഴിക്കും. ഇത് നല്ലൊരു ദിവസമായിരിക്കും. കൂടാതെ നിങ്ങൾ വലിയ ജോലികളൊന്നും മാറ്റിവെക്കില്ല. എല്ലാവരോടും കൂടി പിടിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. Aquarius, റൊമാൻസ്. പുതിയ ബന്ധവുമായി നിങ്ങൾ വളരെ തിരക്കിലായിരുന്നു. എത്ര വികാര തീവ്രമായാണ് നിങ്ങളുടെ ഈ പങ്കാളി നിങ്ങളോട് അവരുടെ വികാരം പങ്കുവെച്ചത് എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെടും. ഇത് നിങ്ങളുടെ മനസ്സിനെ ഒട്ടൊന്ന് അലട്ടുമെങ്കിലും അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കുക. ഒരു വിവാഹാലോചന അത്ര മോശപ്പെട്ട കാര്യമല്ല. ഈ ബന്ധം ഊട്ടി വളർത്തുക. ഒരു പൂർണ്ണത നൽകുവാൻ അതിനായേക്കും. Aquarius, കരിയർ. നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളാണെങ്കിൽ വിദേശം ആസ്ഥാനമാക്കി ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഇന്ന് ഒരു രഹസ്യമായ വാഗ്ദാനം ലഭ്യമാവും. നിങ്ങളുടെ ഉൽപ്പന്നത്തിനോ നിങ്ങളുടെ സേവനത്തിനോ ഇത് പൂർണ്ണമായും ഒരു പുതിയ വേദിയാവും. എന്നാൽ ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വളരെ രസകരവും ലാഭകരവുമാവും. നിങ്ങൾ അതിനായി മുന്നോട്ടു പോവുക. Aquarius, ഫൈനാൻസ്. ധനം വരിക എളുപ്പമല്ല. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം ദുർഭാഗ്യത്തിന്റെ ആ വിടവ് നികത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതികളൊന്നും മുന്നോട്ടു പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ സത്യത്തിൽ അവയെല്ലാം പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പരിതസ്ഥിതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശമല്ല. അതുകൊണ്ട് തന്നെ വേവലാതിയും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യും. വിചാരിച്ചത്ര പണം നിങ്ങളുടെ കയ്യിൽ വരും. എന്നാൽ ഇതെല്ലാം കഠിനാധ്വാനത്തിന് ശേഷം മാത്രം. Aquarius, health. ധ്യാനത്തിന്റെ ഗുണമെന്തെന്ന് ഈയിടെയായി നിങ്ങളെ അത്ഭുതപ്പെടുത്തുവാൻ തുടങ്ങിയിട്ടുണ്ടോ? മനസ്സിന്റെ ശാന്തതയ്ക്കും മനസ്സിനെ ശരീരവുമായി ബന്ധപ്പെടുത്താനുമുള്ള ഈ പ്രത്യേക ഉപാധിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് കുറച്ചു കാലമായി ചിന്തിക്കുന്നു. അത് തുടങ്ങിവെക്കാൻ പറ്റിയ ദിനമാണ്. ധ്യാനം ഒരു ശീലമാക്കുന്നത് നിങ്ങൾക്ക് ഹ്രസ്വകാലത്തിലെ പോലെ ദീർഘകാലത്തിലും ഗുണം ചെയ്യും. Pisces, overview. കുടുംബം എന്ന നിലയിൽ കൊണ്ടുവരികയും സന്തോഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇത് സന്തോഷിക്കാനുള്ള ദിവസം കുടുംബത്തിന്റെ ശക്തിയും ആർജവും വീണ്ടെടുക്കാനുള്ള അവസരമാണ്. Pisces, റൊമാൻസ്. നിങ്ങളുടെ ഇഷ്ടപ്രാണനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് നിങ്ങളെ കൂടുതൽ അനുരാഗിയാക്കും. ഇത് വെറും അനുരാഗത്തിൽ നിന്നും ഒരായുഷ്കാല ബന്ധമാക്കി മാറ്റുവാനുള്ള സമയമായിരിക്കുന്നു. ബുദ്ധിഭ്രമത്തിൽ അകപ്പെടും മുമ്പേ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് തീർച്ചയുണ്ടാകണം. ഇത് നിങ്ങൾക്ക് യോജിച്ചതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ലോകസമക്ഷം എന്തുകൊണ്ട് വെച്ചുകൂടാ. Pisces, കരിയർ. ഇന്നത്തെ ദിനം കൂട്ടുകെട്ടുകൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് കാർഡുകൾ കയ്യിൽ വെക്കുവാൻ മറക്കരുത്.
ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുന്ന പല ബന്ധങ്ങൾക്കും തുടക്കമിടുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യവസായത്തിലെ മുതിർന്നവരോട് സ്വയം പരിചയപ്പെടുത്തുവാൻ മറക്കരുത്. അവർ നിങ്ങളുടെ ഈ സമീപനത്തെ പ്രകീർത്തിക്കും. Pisces. Finance. പൊതുജനവുമായി ബന്ധപ്പെടുവാനായി ഇന്ന് നിങ്ങൾ ധാരാളം പണം ചിലവാക്കും. അത് നിങ്ങൾക്ക് ശരിയായ ആകർഷണം നൽകും. ഈയിടെയായി നിങ്ങൾ നിങ്ങളുടെ ജനസമ്മതിയെക്കുറിച്ച് വേവലാതി ഉണ്ടായിരുന്നുവെങ്കിൽ, അത് മാറ്റിയെടുക്കുവാനായി നിങ്ങൾ യത്നിക്കുമായിരുന്നുവെങ്കിൽ, ഇന്ന് ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ അത് സാധ്യമാകും. ഈ സമ്പർക്ക പരിപാടിയിൽ സ്മാർട്ട് ആകുക. നിങ്ങളുടെ ജനസമ്മതി ഉയരും. Pisces. Health. നിങ്ങൾ ഇന്ന് ഒരു കാറോ മോട്ടോർ സൈക്കിളോ ഓടിക്കുകയാണെങ്കിൽ അത് കരുതലോടെയും ശ്രദ്ധാപൂർവം ചെയ്യുക. ഇന്നത്തെ ദിനം അപകട സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ജാഗരൂകതയോടെ ഇരിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ പ്രതിരോധാത്മക മനോഭാവത്തോടെ ആയിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചാൽ ചെറിയ തട്ടലും മുട്ടലും ഒഴിവാക്കാനാകും. ഇന്നത്തെ ദിനം വണ്ടി ഓടിക്കുമ്പോൾ വളരെ മനസ്സിരുത്തി ചെയ്യുക.